ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ഡിസംബർ 24 രാവിലെ 10:36 ഞാൻ എണീറ്റിട്ടിപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂറായി. കണ്ട, ഞാൻ ലിപ്സ്റ്റിക്ക് പോലും മായ്ക്കാൻ മറന്നു. ഇന്നലെ വന്നത് മാത്രം ഓർമ്മയുണ്ട്. പെട്ടെന്ന് ഫുഡും കഴിച്ച് അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങി. നല്ല ക്ഷീണമായിരുന്നു. പീക്സ് ഇതുവരെ എണീറ്റിട്ടില്ല. പീക്സ് ഇപ്പോഴും ഉറക്കമാണ്. നല്ല വെയിലുണ്ട് ഗൈസ്. ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതിങ്ങനെ ഫസ്റ്റ് ഫ്ലോറാണ്. അപ്പോൾ ഈ ഒരു ഫ്ലോർ മൊത്തം നമ്മളാണ്. കണ്ട, ബാൽക്കണിയൊക്കെ ഉണ്ട്. കണ്ട, ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. ഗൈസ്, അപ്പം ഞാൻ രാവിലെ റെഡിയായി. ഇന്നത്തെ പ്ലാനൊക്കെ എങ്ങനെയാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഉച്ച കഴിയണവരെ മിക്കവാറും വീട്ടിൽ തന്നെയായിരിക്കും. അപ്പോൾ നമുക്കിനി പീക്സിനെ എണീപ്പിക്കണം. ഹായ് ഗായ്സ്, ഇപ്പം സമയം 12:30 എന്തോ ആയി. എപ്പോഴാണ് എണീച്ചത്? കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. നല്ല രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ, ഇപ്പം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഉറങ്ങിയതേ ഇല്ലായിരുന്നു. രാത്രി ഉറങ്ങിയപ്പോൾ എത്ര 2 മണിയോ എന്തോ ആയി. അതുകൊണ്ട് ഇപ്പം എണീറ്റേ ഉള്ളൂ. ഞാനല്ല, ഞാൻ എണീറ്റ് ഇവിടെ വെയിലത്തൊന്ന് കുറേ നേരം ഇരുന്ന് ഒന്ന് ബോഡി ചൂടാവാൻ വേണ്ടിയിട്ട്. ഇനി വല്ലതൊക്കെ പോയി കഴിക്കണം. ഉച്ചയായി ഗൈസ്. നമ്മളപ്പം ചോറ് കഴിക്കാൻ പോവാണ്. നമ്മളല്ല, ഞാൻ. അമ്മ അച്ഛനും കഴിച്ചു, ഞാൻ കഴിക്കാൻ പോലേ ഉള്ളൂ. പീക്സ് ഉച്ചയ്ക്ക് എണീറ്റുകൊണ്ട് കാപ്പി കുടിച്ചതേ ഉള്ളൂ. എന്തൊക്കെയുണ്ടോ ഞാൻ കാണിച്ചു തരാം. ലിമിറ്റഡ് പാത്രങ്ങളേ ഉള്ളൂ ഗൈസ്. അതുകൊണ്ടുള്ള പാത്രത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. തോരൻ, ഫിഷ് ഫ്രൈയും കൂടി എടുക്കാം. ഓക്കേ, വാഗമണിൽ പോകുന്നു ഗൈസ്. നമ്മളിപ്പം മറ്റേ നമ്മുടെ ഫാമിലി ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം അവരെയും വാഗമണിലാണ്. അവരെയും കൂടെ കാണാനായിട്ട് നമ്മളിപ്പം വാഗമണിൽ പോകുന്നു. സമയം 4 മണി. രാവിലെ മൊത്തം നമ്മൾ റൂമിലായിരുന്നു. ഫുൾ നമ്മൾ റൂമിലായിരുന്നു. അച്ഛൻ സ്കൂളിൽ പോയിരുന്നു. നമ്മൾ പോവാണ്. നമ്മളങ്ങനെ അച്ഛൻ്റെ സ്ഥിരം കടയിൽ നിന്ന് ചായയും കാപ്പിയൊക്കെ കുടിച്ചു. സമോസ കഴിച്ചു. ചേച്ചി ഒരു കേക്ക് കഴിക്കുന്നു. അങ്ങനെ നമ്മളിപ്പോൾ വാഗമണിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഗൈസ്, നമ്മളപ്പം വാഗമണിലെത്തി. വാഗമണിൽ നമ്മൾ സെലസ്റ്റിൻ ഇന്നെന്നോ അങ്ങനെ എന്തോ പറയുന്നൊരു റിസോർട്ടിലാണ് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് അവരിവിടെ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവരെ കാണാനായിട്ട് ഇവിടെ വന്ന്. ഈ റിസോർട്ട് നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഗാർഡനൊക്കെ കണ്ട നല്ല വ്യൂ ആണ്. നല്ല ഭംഗിയുണ്ട്. കുറേ നേരമായിട്ട് നമ്മൾ ഇവിടെ ഇരുന്നപ്പോൾ ഒരു മണിയുടെ ശബ്ദം. എന്താണ് മണിയുടെ ശബ്ദം? നമ്മൾ വിചാരിച്ച മറ്റേ വിൻഷൈൻസ് ആണെന്ന്. അങ്ങനെ മണിയുടെ ശബ്ദം എന്താണെന്ന് നോക്കാൻ വന്നപ്പോൾ ഇവിടെ ഒരു കറുത്ത രൂപം. നോക്കിയപ്പോൾ മതിലിൻ്റെ അപ്പുറത്തൊരു പശു. കാണിച്ചു തരാം. പശു അവരുടെ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ 2 കാറിലായിട്ട് ഇങ്ങനെ പോവാണ്. ഇപ്പം സമയം എത്രയായി? സമയം 9:30
ആയിട്ടേ ഉള്ളൂ. രാത്രി 1 മണി 2 മണിക്ക് പോകുന്ന ഒരു പ്രതീതിയാണ് ഇതുവഴി പോകുമ്പോൾ. പോവുകയാണ്. ആ വണ്ടിയുടെ ലൈറ്റ് അച്ഛന്ന് സ്ലോ ചെയ്തിട്ട് വണ്ടിയുടെ ലൈറ്റ് എന്ന് വെച്ചാൽ ലൈറ്റ് അണച്ചാ ഇതാണ് അവസ്ഥ, ഒന്നും കണ്ടുകൂടാ. അങ്ങനെ നമ്മള് വെട്ടവും വെളിച്ചമുള്ള സ്ഥലത്തൊക്കെ വന്ന്. ഹായ് ഗായ്സ്, നമ്മളങ്ങനെ നമ്മുടെ ഇന്നത്തെ ജേർണി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇപ്പം സമയം 10:45. നമ്മള് വാഗമണിൽ നിന്ന് ഒരു 9 മണി ആയപ്പോൾ തിരിച്ചതാണ്. ഇപ്പോഴിവിടെ വന്ന് കയറിയുള്ളൂ. ഇഷ്ടം പോലെ കരോള് ഉണ്ട് ഇവിടെ, ഒരുപാട് കരോള്. പിന്നെ നമുക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടി ഗൈസ്. നല്ല ക്യൂട്ടായിട്ടില്ലേ നോക്കി. അങ്ങനെയാണ് നമ്മുടെ ക്രിസ്മസ് ഈവ് ചെലവഴിച്ചത്. ഇപ്രാവശ്യം നമ്മൾ ക്രിസ്മസ് ഈവ് കുഞ്ഞൂസിൻ്റെ ഒക്കെ കൂടെയായിരുന്നു. നമ്മൾ എല്ലാ വർഷവും ക്രിസ്മസ് ഇല്ലെങ്കിൽ ന്യൂ ഇയർ എന്തെങ്കിലും ഒന്ന് ഇതേപോലെ ഒന്നില്ല അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ആരുടെയെങ്കിലും ഒക്കെ കൂടെ ആയിരിക്കും. ഇപ്രാവശ്യം നമ്മൾ ഇടുക്കിയിൽ അവരുടെ കൂടെയായിരുന്നു. അപ്പോൾ അവ ഹെയ്ഡി മാക്സിമം ക്രിസ്മസിനില്ലാതെ പോയി. ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കി അവരുടെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റാതെ പോയി. സാരമില്ല, ന്യൂ ഇയർ ഇപ്പം അത് കോമ്പൻസേറ്റ് ചെയ്യാം. നമ്മളല്ലെങ്കിൽ ക്രിസ്മസ് തൊപ്പിയൊക്കെ വെച്ച് കൊടുത്ത് അവരൊക്കെ 2-3 ഫോട്ടോ ഒക്കെ എടുക്കും. നമ്മൾ ഹെയ്ഡി ആണെങ്കിൽ അവിടെ ഡേ കെയറിൽ ഇങ്ങനെ കൂട്ടിൽ കരഞ്ഞരഞ്ഞ് കിടക്കിയിരിക്കും. മാക്സ് വീട്ടിൻ്റെ മുറ്റത്തോടി കളിക്കിയിരിക്കും. എല്ലാവരും ക്രിസ്മസിന് ഒരുപാട് കേക്കൊക്കെ കഴിച്ച് വൈനൊക്കെ കുടിച്ച് നല്ലപോലെ ആഘോഷിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളങ്ങനെ പ്രാവശ്യത്തെ ക്രിസ്മസ് അങ്ങനെയൊക്കെ നമ്മൾ ക്രിസ്മസ് ദിവസം കഴിഞ്ഞില്ല, ക്രിസ്മസ് ഈവ് അങ്ങനെ നമ്മൾ കഴിഞ്ഞു. ഇന്നിനി ഒന്നുമില്ല, കയറി കിടന്ന് ഉറങ്ങണം. നാളത്തെ ദിവസം നമുക്ക് വേറെ കുറച്ച് പ്ലാനിങ് ഉണ്ട് ഗൈസ്. രാവിലെ എണീക്കണം, ഇന്ന് ഉച്ചയായി എണീറ്റപ്പോൾ. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ഉറക്കം വരുന്നു. ചാച്ചാ ബൈ.